ഹലോ ഫ്രണ്ട്സ്, എന്ന് വന്നിരിക്കുന്നത് ഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം മമ്മൂട്ടിയും നിതീഷ് സഹദേവും കൂടി ഒന്നിക്കുന്ന സിനിമ. അതിനെ ഇന്ന് പൂജ നടന്നു. അത് എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു പൂജ ഇന്ന് എത്രയും പെട്ടെന്ന് നടന്നതും, അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് കാത്തിരിപ്പ് കുറച്ച് കാലം മാത്രം കാത്തിരുന്നാൽ മതിയല്ലോ എന്നൊരു ഭയങ്കരമായിട്ട് സന്തോഷം കൂടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫാലിമി പോലും വലിയൊരു ഹിറ്റ് സിനിമ നമ്മുടെ മലയാളത്തിൽ തന്നിട്ട് അദ്ദേഹം നേരെ ചെന്ന് തമിഴ്നാട്ടിലാണ്. അവിടെ ചെന്നിട്ട് ഫീൽഡ് ഔട്ടായി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ജീവനിലെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇദ്ദേഹം പോയൊരു കഥ പറഞ്ഞ് ആ സിനിമ അദ്ദേഹം ചെയ്യുന്നു. ടി വരെ ത്രിപിൾ തലവർ തമ്പി തലമയിൽ അങ്ങനെ ഒരു പടം ചെയ്തു. അതോടുകൂടി ജീവൻ തിരിച്ചു വന്നില്ല. ആ വർഷത്തെ പൊങ്കലിനെ ഏറ്റവും വലിയൊരു വിജയം നേടിയൊരു സിനിമയും കൂടിയായി. അതൊരു വല്ലാത്തൊരു ഹിറ്റായിപ്പോയി. കാരണം അന്ന് റിലീസ് ചെയ്യാതിരുന്ന ജനനായകൻ പറ്റിയില്ല. പിന്നെ കുറേ സിനിമ അങ്ങനെ എന്തൊക്കെയോ ക്ലാഷ് ഔട്ടായി പോയി. ജനനായകനാണ് മെയിൻ, പക്ഷേ അത് വരാൻ പറ്റില്ല. കാരണം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ജനനായകൻ്റെ സെൻസർ ബോർഡും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്താ അറിയില്ല അവസ്ഥ. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് പിന്നീട് പറയാം. അതിൽ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബാക്കി എല്ലാം ഒരു പെട്ടിക്ക് വെച്ച സിനിമയിലെടുത്തും പുറത്തിട്ടു. അതിൽ ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കിയും അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പോയി കാണുകയും ആസ്വദിക്കുകയും ചെയ്തൊരു സംഭവം കൂടിയായിരുന്നു ആ സിനിമ. വളരെ രസകരമായുള്ളൊരു കഥയായിരുന്നു ആ ഒരു തലവർ തമ്പി തലമയിൽ പറഞ്ഞ്. നമ്മളിവിടെ ജാനമൻ കണ്ടതുപോലെ അവിടെ വേറെ രീതിയിലൊരു സിനിമ. ജാനമനിൽ വരുമ്പോൾ ഒരു ബർത്ത്ഡേയും ഒരു മരണവും, പക്ഷേ അവിടെ വരുമ്പോൾ കല്യാണവും ഒരു മരണവും. അത് ഭയങ്കര രസമാണ്. പക്ഷേ ഇവർ അതിൽ കളക്ഷനൊക്കെ ഭയങ്കര രസമാണ്. അതിൽ അനിയനും ഏട്ടനൊക്കെ അങ്ങനെയായിട്ട് വരുന്നു. പക്ഷേ അതെടുത്ത രീതി ഒരു രക്ഷത്തെ രീതിയാണ്. പക്ഷേ ഭയങ്കര രസം എടുത്തു. അത് ആ തമിഴ്നാട്ടിലെ ആ ഒരു ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഒരു കൾച്ചറും അവരുടെ സംസ്കാരമൊക്കെ വെച്ചിട്ട് അവരത് ഭയങ്കര രീതിയിലേക്ക് ഈ നിതീഷ് സഹദേവ് പറഞ്ഞ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ അദ്ദേഹം അതിലേക്ക് എത്തുകയും ആ സിനിമ നമുക്ക് ഏത് തരത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അത്ര മനോഹരമായൊരു സിനിമയായിട്ട് പിന്നെ വന്നു. പിന്നെ അത് അന്നത്തെ ഏറ്റവും ടോപ്പറൊക്കെ ആയി എന്നാണ് കളക്ഷനിൽ. പിന്നെ എല്ലാത്തിൻ്റെയും കളക്ഷനും പൊളിച്ചട്ടിക്കുകയും അന്ന് ഇറങ്ങി പല സിനിമകളുടെയും കടത്തി വെട്ടി ഇതൊരു വിജയം കരസ്ഥമാക്കി. കാരണം അന്നത്തെ പൊങ്കൽ വിജയമായിട്ട് ത്രിപിൾ ടി ആണ് വിജയിച്ചത്. അതൊരു വല്ലാത്ത സംഭവം തന്നെയായിരുന്നു. കാരണം ഇവിടെ ഒരു ഹിറ്റ് അടിച്ചിട്ട് ആൾ അവിടെ ചെന്നിട്ട് ഒരാൾ അറിയപ്പെടില്ല ആളെ ഫീൽഡ് ഔട്ടായി എന്ന് പറയുന്ന ഒരു സാഹചര്യം നിൽക്കുന്ന ഒരു നായകനെ പിടിച്ചും കൊണ്ട് നായകനാക്കി എടുക്കുന്നു. എന്നിട്ട് ആൾ ഈ സിനിമ അവതരിപ്പിക്കുന്നു. അതാണല്ലോ വൻ ഹിറ്റും. എന്താ പറയുക. എന്നിട്ട് അങ്ങേര് നേരെ പോയത് അവിടേക്ക് അറിയോ, നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ അടുത്തേക്ക്. എൻ്റെ ഇഞ്ഞൊരു ഉരുപ്പടിയും കൂടി സാറേ, നമുക്കിതൊന്നും ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും പിന്നെ മമ്മൂട്ടി പറഞ്ഞ അങ്ങനെയാണല്ലോ, കാണുമ്പോൾ ആളിങ്ങനെ ഓക്കെ ആണെങ്കിലും പക്ഷേ കഥയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് രസിക്കണം. ആ രസിച്ചാൽ മാത്രം പോരാ, അതിലൊരു പുതുമയും കൂടി ഉണ്ടാവണം. ആ പുതുമ ഉണ്ടാവുക മാത്രം പോരാ, അത് ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം കൂടി കിട്ടിയ മക്കളെ പിന്നെ തീർന്നു. പിന്നെ ആ സിനിമ ഏത് തലത്തിലേക്ക് അദ്ദേഹം അഭിനയിച്ച് കൊണ്ടുവരും. അതിന് എത്ര വലിയ സ്വന്തം പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടുവരും, അവന് കുഴപ്പമില്ല. ഇമാര് സിനിമയൊക്കെ എടുത്ത് ഇടാനുള്ള ഇതൊക്കെ ഉണ്ട്. പ്രൊഡക്ഷൻ ലോസോ അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം ഓൾറെഡി 8 മൂവിയാണ് ഈ മമ്മൂട്ടി കമ്പനി എന്ന പേരിൽ വന്ന് പ്രേക്ഷക പ്രശംസ കിട്ടുകയും നിരൂപണത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കിട്ടുകയും ചെയ്ത സിനിമ. അപ്പോൾ അദ്ദേഹം ഒരു 9ാമത് ചിത്രം കൂടി വരുമ്പോൾ 9ാമത്തെയാണ് ഈ മമ്മൂട്ടി കമ്പനിയുടെ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ. കാരണം 1ാമത്തെ പ്രോമിസ് വരുന്നത് മമ്മൂട്ടി, 2ാമത്തെ പ്രോമിസ് വരുന്നതും പ്രൊഡക്ഷൻ വരുന്നത് മമ്മൂട്ടി കമ്പനി, പിന്നെ 3ാമത്തെ പ്രോമിസ് വരുന്നത് ഈ ഡയറക്ടർ പറയുന്നത് ഭയങ്കര പ്രോമിസിങ് ആയിരിക്കും. കാരണം 2 സിനിമ എടുത്ത് 2ഉം വൻ ഹിറ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഭയങ്കര രസമായിരിക്കും. കാരണം ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം വരാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ ചെറിയൊരു അഭിമുഖം കിട്ടിയത്. എന്തായാലും അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൽ വളരെയധികം താരനിരകൾ ഇതിൽ ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ ഇനി വരും ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ ഇനി ഉണ്ടാകുമ്പോൾ. കാരണം അതിനെക്കുറിച്ചൊന്നും അധികമായിട്ട് ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. പൂജ നടക്കുമ്പോൾ കുറേ അധികം ഫിലിം നമ്മുടെ വാഴയിലൊക്കെ ഉണ്ടായ ആ പയ്യനൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെ കണ്ട് നമ്മൾ ആ ഒരു പൂജ സമയത്ത് ഇനി പ്രധാന കഥാപാത്രങ്ങളായിട്ട് ആരും വരുമോ, ഇനിയോ അങ്ങനെ വലുതൊക്കെ ഉണ്ടോ. കാരണം മാക്സിമം എന്തായാലും ഒരു തമാശ കലർന്നിട്ടുള്ള പരിപാടി ആയിരിക്കും എന്തായാലും. അതല്ലാതെ നിതീഷ് സഹദേവൻ വേറെ ഒരു ജോണറിൽ പോകില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് സിനിമാറ്റിക് ഒരു പ്രസൻറ്റേഷൻ പറയുന്നത് കാര്യം പറയുക, പക്ഷെ അത് ഭയങ്കര കലശമായി വളരെ മോശമായി പറയുന്നത് രസിച്ചുകൊണ്ട് പറയാം. അത് കാണുന്നതായിരിക്കും രസിക്കാനുള്ളൊരു വകുപ്പുണ്ടാവണം. അങ്ങനെയുള്ളൊരു ജോണറാണ് അദ്ദേഹം പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും അതൊരു വല്ലാത്തൊരു ടഫാണ്. പക്ഷെ എന്നാലും അദ്ദേഹം അത് വിജയിച്ചു.
അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതുകൊണ്ട് വളരെയധികം രസകരമായിട്ടുള്ളൊരു കുറേ നിമിഷങ്ങൾ ഈ സിനിമയിൽ കാണാൻ പറ്റും. കാരണം മമ്മൂട്ടിയാണുള്ളത്. അപ്പോൾ ഒന്ന് കരയാൻ പറഞ്ഞ ആളൊന്ന് അമർത്തി കരഞ്ഞാൽ നമ്മുടെ കൂടെ കരയും. അപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അഭിനയിക്കാനുള്ള കഥാപാത്രം എന്ന് പറഞ്ഞു കൊടുത്ത ആൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ശരീരഭാഷയും നോട്ടവും ഇരിപ്പും നടപ്പും ചിരിയും മൂക്കുചീറ്റിൽ വരെ അദ്ദേഹം അതുപോലെ കാണിക്കും. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിലേക്ക് കഴിഞ്ഞ് അദ്ദേഹം ആവാഹിച്ച് ആ ഒരു രൂപം ഉണ്ടാക്കി എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രം പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല മക്കളെ. കാരണം അറിയാലോ മമ്മൂട്ടിയാണ് എന്ന് പറയുന്ന ഡയലോഗാണ് നമ്മളെയൊക്കെ ഇപ്പോഴെല്ലാവരും പിടിച്ചിരുന്നത്. കാരണം ഏറ്റവും മലയാളത്തിലെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അതിന് വെല്ലാൻ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇല്ല. അതിനെ പറയുമ്പോൾ 200, 500, 600 കോടിയൊക്കെയുള്ള പ്രൊഡക്ഷൻ ഹൗസ് ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല, ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന മമ്മൂട്ടി കമ്പനീൻ്റെ വെല്ലാൻ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇതുവരെ ഇവിടെ ഇല്ല. അത് ഇനി ഉണ്ടാകാൻ പോകില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടാകും, കാലങ്ങൾ മാറുമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ടാവും. പക്ഷേ അതിന് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അതിന് മമ്മൂട്ടീൻ്റെ ഒരു 6 സാധനങ്ങളെല്ലാം തന്നെ വന്നിരിക്കും മമ്മൂട്ടി കമ്പനിയാണ്. വേണമെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പറയണ്ടേ, വേണമെങ്കിൽ ഭ്രമയവും കൂടി എനിക്ക് എടുക്കാമായിരുന്നു. പക്ഷേ അന്ന് കണ്ണൂർ സ്കൂൾ പറയുന്നൊരു മൂവി വലിയൊരു ബജറ്റിലേക്ക് കാരണം വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹത്തിന് വളരെ തുടർന്ന് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഭ്രമയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈ വന്ന് കിടന്നേനെ. എന്തോ എന്തെങ്കിലും എന്തായാലും ഈ ഒരു സിനിമ ഈ നിതീഷ് സഹദേവനും അദ്ദേഹത്തിൻ്റെ കൂട്ടരും ചേർന്ന് വരുന്ന ഈ മെഗാസ്റ്റാറിൻ്റെ പോലുള്ള സിനിമ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം പണി വരും, നല്ല പണി വരും. അപ്പോൾ എന്തായാലും സിനിമ കൊണ്ട് ആടി ഉലഞ്ഞ് നിൽക്കാതെ അറമതിക്കുന്ന രീതിയിലേക്ക് പോട്ടെ. ലോക്കൽ ഗ്യാങ്സ്റ്റർ എന്നൊക്കെയാണ് അഭ്യൂഹങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും ഈ അങ്ങനെ കാട്ടിക്കൂട്ടില്ല. നമ്മുടെ പണ്ടൊരു ലോക്കൽ ഗ്യാങ്സ്റ്ററൊക്കെ വന്നിട്ടിരിക്കുക, പണ്ട് ലോക്കൽ ഗുണ്ടേ വന്നിട്ടുണ്ടല്ലോ, കോട്ടയം കുഞ്ഞച്ചൻ, അതുപോലെ ആണോ അതൊക്കെയാണ് പിന്നെ കീഴടങ്ങി കിടുകാച്ചി അതന്നെ, അങ്ങനെ വിലയൊക്കെ ആണോ എന്നറിയില്ല. എന്തായാലും വരുന്ന സാധനം വലിയൊരു സംഭവം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രൂവും കാര്യമൊക്കെ വെളിപ്പെടുത്താൻ പോകുന്നതൊക്കെ പറയുന്നത്. എന്തായാലും നിതീഷ് സഹദേവൻ്റെ കാര്യത്തിൽ ഇതൊരു പ്രോമിസിങ് തന്നെയാണ്. എല്ലാ കാര്യത്തിലും പ്രോമിസിംഗ് ആണ്. ഡയറക്ടർ, പ്രൊഡക്ഷൻ ഹൗസിൽ നായകൻ, സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ വലിയ സംശയമില്ല. അദ്ദേഹം തന്നെയാണ് എഴുതിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും മക്കളെ സിനിമ കണ്ട് വരട്ടെ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും നിങ്ങൾ വേഗം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. മഴയാണ്, ഫുട്ബോളൊക്കെ ഉണ്ട്, ഫുട്ബോൾ കണ്ട് ആസ്വദിക്കാം. എല്ലാവരും ടേക്ക് കെയർ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു, സ്റ്റേ ട്യൂൺ.